ഗൈസ്, ഞാൻ വീട്ടിൽ പോവാണ്. എൻ്റെ നാട്ടിലേക്ക് ഞാൻ മംഗലാപുരത്ത് നിന്ന് വിട പറയുകയാണ്. ഒരു 2-3 ദിവസത്തിന്. വേറൊന്നുമല്ല, ഇവിടെ സെക്കൻഡ് സാറ്റർഡേ ലീവില്ല, പക്ഷെ തേർഡ് സാറ്റർഡേ ലീവ് ഉണ്ട് മംഗലാപുരത്ത് എൻ്റെ കോളേജിൽ ഏണപ്പോയിൽ. ചെറിയൊരു പാക്കിങ്ങേ ഉള്ളൂ, പോയി വരുമ്പോൾ വലിയൊരു ബാഗ് ഉണ്ടാവും. അപ്പോൾ ഇനി പോണ വഴിയിൽ കാണാം. ചെക്കനാണ്, ഫുഡ് കൊടുത്ത ആൾ വരും. ഫുഡില്ലാത്തതുകൊണ്ട് ആളില്ല. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 9:15 കണ്ടായിട്ടോ. ഇൻഡിപെൻഡൻസ് ഡേൻ്റെ പരിപാടിക്കായിട്ട് ബലൂണൊക്കെ നൈസായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ പൈസ എടുക്കാൻ വേണ്ടി ബാങ്കിലൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഓട്ടോ നോക്കിയപ്പോൾ ഒറ്റൊരു ഓട്ടോനെ കണ്ടുള്ളൂ. പോണ വഴിയിൽ അയാളെ വിളിച്ചു ഓട്ടോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ വന്ന്. അങ്ങനെ ഓൾമോസ്റ്റ് 50 രൂപ റൗണ്ടാക്കി അയാൾ താഴെ വരെ എത്തിച്ച ആ സ്റ്റേഷൻ്റെ. എന്നിട്ട് സ്റ്റേഷനിൽ നോക്കി ബുക്ക് ചെയ്ത് 100 രൂപ കണ്ടാണ് കോഴിക്കോട് വരെ. വെൽക്കം ടു മംഗല്ലൂർ സെൻട്രൽ. രക്ഷപ്പെടുകയാണ് ഞാൻ. പ്ലാറ്റ്ഫോം നമ്പർ 1 ഞാൻ നിൽക്കുന്നത്. ട്രെയിൻ വരാൻ കുറച്ച് ടൈം എടുക്കും. 11:45 ട്രെയിൻ. ഞാൻ അവിടെ 9:30 എത്തിച്ചെന്നിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കും വലിയ വീഡിയോ ഒന്നുമില്ല. മഴക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് നേരത്തെ എത്താമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു ട്രെയിനെ കണ്ടപ്പോൾ ഇതാണെന്ന് വിചാരിച്ചു. ഞാൻ പോകാൻ ട്രെയിൻ, പക്ഷേ ഞാൻ പോകുന്ന ട്രെയിനല്ല, അത് വേറെ ഏതോ ട്രെയിനാണ്. അത് നിർത്തിയിടാൻ വന്നതാണ്. കറക്റ്റ് ഒരു 10 മണിയായപ്പോൾ ട്രെയിൻ ഇതാ നിർത്തിയിടാൻ വന്നിട്ടുണ്ടായിരുന്നു. റിവേഴ്സ് രീതിയിലാണ് വന്നത്. ഈ ട്രെയിനിൽ ആകെ ജനറലായിട്ട് 2-4 ബോഗി എങ്ങാണ്ടാണ് ഉള്ളത്. ഒന്ന് ഫ്രണ്ടിലായിട്ട്. ഈ ബോഗി തുറന്നിട്ടില്ല. ബോഗി എങ്ങാണ്ട് 10:45 എങ്ങാണ്ട് തുറക്കത്തുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ കുറേ പേര് അതിൻ്റെ ഡോറിനവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരാൾ ബിരിയാണി കഴിക്കണം നോക്കിയിട്ട് പട്ടി നിൽക്കുന്നുണ്ട്. അയാളെ ഒരു പീസും ആ പട്ടിക്ക് കൊടുക്കണില്ല. വെരി ബാഡ്. പിന്നെ ഇയാൾ കുറേ നേരമായിട്ട് മോനെ ലേസ് വേണോ വെച്ചിട്ട് എന്നിട്ട് ആക്കുന്നുണ്ട്. ഞാൻ ലേസ് മേടിച്ചിട്ട് അയാൾ വീടെടുത്ത്. പിന്നെ കറക്റ്റ് 11:45 ആയപ്പോൾ ട്രെയിൻ സ്റ്റാർട്ടായി. സീറ്റൊക്കെ കിട്ടി. കുത്തിത്തിരക്കി പോയാലും എല്ലാവർക്കും സീറ്റ് ഉണ്ട്. നല്ല മഴയാണ്. സ്റ്റേഷൻ നല്ലൊരു കില്ലൻ വ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി അടുത്ത ദിവസം കാണാം കേട്ടോ. അങ്ങനെ ട്രെയിനിൽ സീറ്റ് വിൻഡോ സീറ്റാണ് കിട്ടിയത്. മറ്റേ എമർജൻസി പോകുന്ന ആ ഒരു വിൻഡോ സീറ്റ്. പിന്നെ കോഴിക്കോട് എത്താനായി. പിന്നെ അർദ്ധരാത്രിയായി. പിന്നെ ഞങ്ങൾ സ്റ്റേഷൻ കോഴിക്കോട് എത്താൻ ഒരു 20 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പോൾ തന്നെ ആൾക്കാർ ഇറങ്ങാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. ഞാനും കുറച്ച് മിനിറ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ എത്തി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. പുലർച്ചെ 3 മണി ആയെങ്കിലും ഇവിടെ നല്ല ജനമുണ്ട്. ഇതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. പിന്നെ അവിടെ നിന്ന് ഞാൻ ഒരു ഓട്ടോ വിളിച്ച് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോയി എൻ്റെ നാട്ടിലേക്കുള്ള ബസ്സിനായിട്ട്. അങ്ങനെ അവിടെ എത്തി ചോദിച്ചു. ബസ് എനിക്ക് ഇനിയുള്ളത് 5:30-ക്കാണ് പുലർച്ചെ. അങ്ങനെ കാത്തിരിപ്പ് 4 മണി മുതൽ ഫുൾ കാത്തിരിപ്പാണ്. കണ്ണൊക്കെ ചങ്ങി ഉറക്കമൊഴിക്കാൻ ആകെ ചത്ത് സത്യം പറഞ്ഞാൽ. അങ്ങനെ നിലമ്പൂർ ബസ് വന്നു. ബസ് കുറച്ച് മിനിറ്റ് വൈകി, എന്തോ സ്റ്റാർട്ടിങ് ട്രബിൾ കാരണം. അങ്ങനെ കറക്റ്റ് 48-നാണ് തുടങ്ങിയത്, സ്റ്റാർട്ടിങ് 35-ൻ്റെ അവർ. അങ്ങനെ ഞങ്ങൾ നിലമ്പൂരെത്തി. നിലമ്പൂർ ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് അവിടുന്ന് പിന്നെ എനിക്ക് ലോക്കൽ ബസ് കിട്ടി, വഴിക്കടവ് അല്ലെങ്കിൽ എടക്കര ഭാഗത്തേക്ക്. അങ്ങനെ അതിൽ കയറി എത്തി. ഞാൻ എൻ്റെ കാട്, തോപ്പ്, ഒരു പള്ളി, ദിസ് ഈസ് മൈ പ്ലേസ്. എത്തി ഗൈസ്.